मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। വെയില് കാരണം കുളമെല്ലാം വരണ്ടുപോയി, തെന്നി വീണന്റെ മുഖമെല്ലാം കറുത്തുപോയി. അടികൈ യു ആർ ദ ബെസ്റ്റ് എന്റെ കിറ്റി. ചോക്ലേറ്റ് കഴിച്ച കുട്ടി സന്തോഷത്തിൽ ചിരിക്കുന്നു. ആരോ എന്റെ കവിതകൾക്ക് ഫാൻ ആയിരിക്കുന്നു. അടികൈ. ശബ്ദം കേട്ടിട്ട് ഖന്ന സാറിനെ പോലെയുണ്ട്. പക്ഷെ ഇതാരാ? എടാ ഞാൻ കന്ന തന്നെയാണ്. സർ, അങ്ങെന്താ മെട്പാക്ക് ഇട്ടിരിക്കുകയാണ്? ഏയ് അല്ലല്ല, ഞാൻ ചെളിയിൽ വീണു പോയതാ. എങ്ങനെ? ഇങ്ങനെ. അങ്ങ് എന്തിനാണ് ഹണിയെ പോലെ മണ്ടത്തരങ്ങൾ ചെയ്യുന്നത്? അത് പിന്നെ ഞാൻ വല്ലാത്ത എക്സൈറ്റഡ് ആണ്. എനിക്കും കിട്ടിയ ഒരു ഫാൻ. ഇതാ കർത്തയുടെ പണി തന്നെയാ. സംശയമുണ്ടോ? അവനാണെങ്ങനെ മനസ്സിലായി? ഒരു വണ്ടനെ കൊണ്ട് മാത്രമേ കന്ന സാറിന്റെ ഫാൻ ആവാൻ കഴിയൂ. സംശയമുണ്ടോ? സർ, നമുക്ക് അകത്ത് പോയി മുഖം കഴുകിയിട്ട് വരാം. എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാ ഈ റോസും ഈ എഴുത്തും കിറ്റിക്ക് വേണ്ടി ആരോ വെച്ചതാണെന്നാ. വേറെ ആരുമല്ല, ഇതൊക്കെ ആ സണ്ണിയുടെ പണിയായിരിക്കും. കിറ്റിക്ക് റോസ് കൊടുക്കുന്നു. അവനെ ഞാൻ വെറുതെ വിടില്ല. വേറെന്തെങ്കിലും വേണോ? വേണ്ട വേണ്ട, വേറൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് റെഡ് റോസ് മാത്രമാണ്. കിറ്റിക്ക് വേണ്ടി റെഡ് റോസിന്റെ ബൊക്ക വാങ്ങിയ അവൻ. ഒരു റോസ് കൊടുത്ത അവളെ വീഴ്ത്താമെന്ന് വിചാരിച്ചോ? ഒന്നോ? ഞാൻ കിറ്റിക്ക് വേണ്ടി ഒന്നല്ല, മുഴുവൻ പൂവും കൊടുക്കും. എടാ കഴുതേ, നീ എന്തായി കാണിക്കുന്നത്? ബണ്ണി മുള്ളുള്ള പൂവിന്റെ പുറത്ത് ചാടുകയായിരുന്നു. കാലില് മുള്ളു കൊള്ളാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ പൂവെല്ലാം പറിച്ചിട്ടത്. എന്താടാ കാണിക്കുന്നേ? നിന്റെയൊക്കെ മുട്ടുകാലം ഞാൻ തല്ലി ഓടിക്കും, പറഞ്ഞേക്കാം. അങ്ങ് വെറുതെ ദേഷ്യം പിടിക്കരുത്. ഞങ്ങൾ ഈ ബൊക്കയുടെ പൈസ തന്നേക്കാം. ചേട്ടാ, ഈ ബൊക്കയുടെ പൈസ യോമാർ തന്നെ തന്നേക്കും. വാങ്ങിച്ചോ. എനിക്കൊരു പുതിയ ബൊക്ക ഇങ്ങ് എടുത്തേക്ക്. സണ്ണി, നീ കിറ്റിക്ക് ബൊക്ക കൊടുക്കില്ല. എടാ, അവൾ എനിക്ക് റോസ് തന്നിരിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ട് കൊടുത്തുകൂടാ? കിറ്റി നിനക്ക് റോസ് തന്നോ? അതെ, കൂടാതെ കോംപ്ലിമെന്റും. ദാ നോക്ക്. ഇത് നിനക്ക് കിറ്റി തന്നതാണോ? അല്ലാതെ വേറെ ആര് തരാനാ? എടാ, ഇന്ന് രാവിലെ എന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇത് വച്ചിട്ട് പോയി. നേരം വെളുത്തപ്പോ എന്റെ കഥകിലാരോ തട്ടിയിട്ട് എനിക്ക് തന്ന എഴുത്താണിത്. അതിനോടൊപ്പം റെഡ് റോസ്. ആരാണ് ഇങ്ങനെ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അല്ല, ഈഷ് ഈഷ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? എന്തെങ്കിലും പെട്ടെന്നൊന്ന് ചെയ്യൂ. ഇതുപോലൊരു എഴുത്തും പൂവും എന്റെ വീടിന്റെയും കഥയിൽ തട്ടിയാരെ വെച്ചിട്ട് പോയിരിക്കുന്നു. ഞാൻ നിന്നെ എന്റെ കൂട്ടുകാരനായിട്ടാണ് കരുതിയത്. പക്ഷെ നീ എനിക്ക് ലെറ്ററും റെഡ് റോസും തന്നിരിക്കുകയാണല്ലേ? അല്ലേ അല്ല, ഇത് ഞാൻ വെച്ചതല്ല. സംശയമുണ്ടോ? എന്റെ സ്വീറ്റി, തന്റെ മെസ്സേജ് കിട്ടിയായിരുന്നോ? എന്ത് മെസ്സേജ്? അതാണോ? ഈ മെസ്സേജ് നീയല്ലേ രാവിലെ തന്നെ ജിമ്മിന്റെ മുന്നിൽ കൊണ്ടു വച്ചിട്ട് പോയതാ? ഓഹോ, നേരം വെളുത്തപ്പോ എന്റെ കഥകിലാരോ തട്ടിയിട്ട് എനിക്ക് തന്ന എഴുത്താണിത്. അതിനോടൊപ്പം റെഡ് റോസ്. ആരാണ് ഇങ്ങനെ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്?
നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നിർത്തൂ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ആദ്യം നമുക്ക് ഇയാളോട് ചോദിക്കാം. ഞാനല്ല, ഞാൻ 3 ദിവസമായിട്ട് നിന്റെ വീടിന്റെ അടുത്ത് പോലും ഇതുവരെ വന്നിട്ടില്ല. ആ? അല്ല, നിങ്ങൾ എന്ത് വൃത്തിയോടെ കാണിക്കുന്നത്? ആരാണ് ഇങ്ങനെ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി, ക്യാമറാമാൻ പിങ്കിയോടൊപ്പം. ഇങ്ങനത്തെ വൃത്തികേടുകൾ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് ആദ്യം നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കൂ. സെയിം പേപ്പർ, സെയിം മാറ്റർ, പിന്നെ റെഡ് റോസ് എല്ലാവരുടെ വീടിന്റെ പുറത്തൊന്നും കിട്ടിയിരിക്കുക. ആരെ കൊണ്ട് ഒരേ സമയത്ത് ഒരേ കാര്യം ചെയ്യാൻ കഴിയില്ലല്ലോ. അതെ, ഇതെല്ലാം ഒരാളുടെ കളിയാ. അവൻ തന്നെയായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. സംശയമുണ്ടോ? ഓ, അങ്ങനെയാണെങ്കിൽ ആരാണ് ആ കഴുത? ആ? കഴുത ഞാനാണല്ലോ. പക്ഷേ ഈ റോസും എഴുത്തും ഞാനല്ല വെച്ചത്. ആരാണ് വെച്ചതെങ്കിലും അവനെ നമുക്ക് കണ്ടെത്തിയേ പറ്റൂ. എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. ഈ ലെറ്റർ നീ തന്നെയായിരിക്കും വെച്ചത്. എടാ മരമണ്ട, ആദ്യം കണ്ണു തുറന്ന് നോക്ക്. ഇതെന്റെ അച്ഛന്റെ കടയുടെ പാംപ്ലെറ്റ് ആണ്. ആ, ഓ, ഓ, ഇത്രയധികം റോസുകളോ? നീ തന്നെയാ എല്ലാവരുടെ വീടിന് മുമ്പിൽ ഇങ്ങനെ റോസ് കൊണ്ടുപോയി വെക്കുന്നത്. ഞാൻ എന്തിനാ വെക്കേണ്ടത്? പിന്നെ എന്തിനാ നിന്റെ അടുത്ത് ഇത്രയും റോസുകൾ ഉള്ളത്? എടാ മണ്ട, പൂക്കടക്കാരന്റെ കടയിൽ പൂക്കളല്ലാതെ പിന്നെ എന്താടാ സമോസയാണ് വെക്കേണ്ടത്? വെക്കിവിടുന്ന്. നിങ്ങൾ എന്തിനാണ് പിന്തുടർന്ന് വരുന്നത്? നേരം വെളുത്തപ്പോ എന്റെ കഥകിൽ ആരോ തട്ടിയിട്ട് എനിക്ക് തന്ന എഴുത്താണിത്. അതിനോടൊപ്പം ദാ ഈ റെഡ് റോസ്. ഇങ്ങോട്ട് വരൂ. എഴുത്തു കൊടുക്കുന്നതിന്റെ അസുഖം ഇതുവരെ മാറിയിട്ടില്ലേ? നിന്റെ ഈ കാര്യം ഞാൻ നിന്റെ അച്ഛനോടും പറയും, നിന്റെ മുത്തച്ഛനോടും പറയും, നിന്റെ മുതുമുത്തച്ഛനോടും പറയും. എന്നെ ഞാൻ ഇന്ന് അതാണോ ഈ മെസ്സേജ്? നീയല്ലേ രാവിലെ തന്നെ ജിമ്മിന്റെ മുന്നിൽ കൊണ്ടു വച്ചിട്ട് പോയതാ? അവനാണ് ഇവൻ. ഇവൻ കാരണമാണ് നമ്മൾ തമ്മിൽ പ്രശ്നമായതാ. എന്നെ ഞാൻ ഇന്ന് നീ അവനല്ല, പക്ഷെ നീ അവനാണെന്നാ ഞാൻ ആദ്യം കരുതിയത്. നീ അവനല്ലെങ്കിൽ പിന്നെ അവൻ ആരാണ്? അവൻ എവിടുന്ന് വന്നു? അവനെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. അപ്പൊ നീയാണല്ലേ എഴുത്ത് എല്ലാ ദിവസവും കൊണ്ടുവന്ന് വെക്കുന്നത്? അതെ. ഒരു നാണമില്ലാതെ അതേന്ന് പറയുന്നല്ലോ അവൻ. സംശയമുണ്ടോ? എന്തു പറ്റി? അല്ല, ആരാണ് ഇയാൾ? മാഡം, ഇവനാണ് അവൻ. എല്ലാവരുടെ വീട്ടിലെ മുന്നിലും ദിവസവും എഴുത്ത് വെക്കുന്നത് ഇവനാണ്. എടാ റോക്കി, അവനാണ് ഇവൻ. ഇവൻ കാരണമാണ് നമ്മൾ തമ്മിൽ പ്രശ്നമായതാ. എന്നെ ഞാൻ ഇന്ന് നിർത്തൂ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ആദ്യം നമുക്ക് ഇയാളോട് ചോദിക്കാം. ഇങ്ങോട്ട് വരൂ. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ആദ്യം പറയൂ. അഥവാ നീ അല്ല ചെയ്തതെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല? എന്നാ ചെയ്തുവെങ്കിൽ എന്തുകൊണ്ട് നീ അത് ചെയ്തു? പറയൂ. അല്ലെങ്കിൽ കൈയും കാലും കെട്ടി നിന്നെ ഞാൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയിടും. അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? വീട്ടിന്റെ മുന്നിൽ റെഡ് റോസ് പിന്നെ യു ആർ ദ ബെസ്റ്റ് എന്ന് എഴുതി വെച്ചെന്തിനാ? ആരാണ് ഇങ്ങനെ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നേരം വെളുത്തപ്പോ എന്റെ കഥകിൽ ആരോ തട്ടിയിട്ട് എനിക്ക് തന്ന എഴുത്താണിത്. അതെ, ഇത് പ്രൊമോഷണൽ ആക്ടിവിറ്റിയാണ്. പ്രൊമോഷണൽ ആക്ടിവിറ്റി. പ്രൊമോഷണൽ ആക്ടിവിറ്റി. പ്രൊമോഷണൽ ആക്ടിവിറ്റി. പ്രൊമോഷണൽ ആക്ടിവിറ്റി. അതെ,
ഒരു പുതിയ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. ഇന്നലെ ഒരു പോസിറ്റീവ് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മറ്റുള്ളവരിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കും. ഇന്ന് ഇൻഫർമേഷൻ പാംലെറ്റ് കൊടുക്കാൻ വേണ്ടി വന്നതാ. You are the best. നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ക്ലാസ്സിലേക്ക് വരൂ. നിങ്ങൾ തീർച്ചയായും നിങ്ങളെ ബെസ്റ്റ് ആക്കി മാറ്റും. അതെ, ഇത് സത്യമാണ്. നിക്കി പേഴ്സണാലിറ്റി ഡെവലപ്പേഴ്സ്. ഇതിൽ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കൂ. തെറ്റിദ്ധാരണ കൊണ്ടാ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങയോട് ദേഷ്യം തോന്നിയത്. ഇങ്ങോട്ട് വരൂ, എന്നോട് ക്ഷമിച്ചേക്കൂ. എന്നോട് ക്ഷമിച്ചേക്കോ, ഞാനും എന്തൊക്കെയോ പറഞ്ഞു പോയി. ഈ ആക്ടിവിറ്റി കാരണം ഇവിടെ എല്ലാവരും കൂടെ തമ്മിൽ തല്ലി ആകെ പ്രശ്നമായിരിക്കുക. ഇതിനാണ് ഒരു പഴഞ്ചൊല്ലുള്ളത്, വെറുതെ വേലിയിലുള്ള പാമ്പിനെ എടുത്ത് തലയെ കയറ്റി വച്ചു എന്ന്. സംശയമുണ്ടോ?